കോടതിക്ക് കണ്ണു കണ്ടൂടെ? അവൻ്റെ തുടയിൽ 22 മുറിവായിരുന്നു ഉണ്ടായിരുന്നത്. ഉള്ളങ്കാൽ കണ്ടാൽ അപ്പോഴേ ബോധം കെട്ടു വീഴും. അപ്പോഴാണ് കോടതി പറയുന്നത് അവർ കുറ്റക്കാരല്ലെന്ന്. ഹൃദയമുണ്ടെങ്കിൽ കോടതി ഈ വാക്ക് പറയില്ലായിരുന്നു. ഇത്രയും ചെയ്തിട്ട് അവർ കുറ്റക്കാരല്ലെന്ന് പറയുന്നതിൽ കള്ളക്കളി തന്നെയാണ്. ഒരമ്മയുടെ ഹൃദയം നുറങ്ങുന്ന വേദനയിൽ പൊട്ടിക്കരഞ്ഞ് പറഞ്ഞതാണ് ഈ വാക്കുകൾ. മുൻകാലങ്ങളിലുള്ള ഉരുട്ടിക്കൊലപാതകം, കസ്റ്റഡി മരണം, ഇവയുടെയൊക്കെ ചരിത്രം തന്നെ ഏറെ പറയാനുണ്ട്. പക്ഷേ അതിനൊന്നും തുമ്പും വാലുമില്ല എന്നുള്ളതാണ് ആശ്ചര്യം. നീണ്ട വർഷങ്ങൾ സഹോദരന് നീതി തേടി ശ്രീജിത്ത് എന്ന ചെറുപ്പക്കാരൻ ആ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കിടക്കുന്നതും പിടിവിട്ട നിയമത്തിൻ്റെയും അധികാര ദുർവിനിയോഗത്തിൻ്റെയും ഒക്കെ ഒരു ഉദാഹരണം തന്നെയല്ലേ. അങ്ങനെ മകനെ നഷ്ടപ്പെട്ട, സഹോദരങ്ങളെ നഷ്ടപ്പെട്ടവർ കേരള ചരിത്രത്തിൽ എത്രയോ ഉണ്ട്, ഇനിയും ഉണ്ടാവും. കാരണം കൊന്നവരെ രക്ഷിക്കുന്ന നിയമപാലകരാണ് ഇപ്പോൾ ചുറ്റുമുള്ളത്. ഉരുട്ടിക്കൊലക്കേസിൽ പോലീസുകാരായ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ട ഹൈക്കോടതി ഉത്തരവ് കേട്ട് പൊട്ടിക്കരഞ്ഞ ആ അമ്മ പറഞ്ഞത് വാക്കുകളാണ് ഞാൻ മുന്നേ പറഞ്ഞത്. അതെ, കൊല്ലപ്പെട്ട ഉദയകുമാറിന്റെ അമ്മ പ്രഭാവതി അമ്മയാണത്. കോടതിക്ക് ഹൃദയമില്ലെന്നും പ്രതികൾ പുറത്തിറങ്ങാനായി ആരൊക്കെയോ ശ്രമിച്ചിട്ടുണ്ടെന്നും പ്രഭാവതി അമ്മ മാധ്യമങ്ങളോട് പറഞ്ഞു. കോടതിക്ക് കണ്ണു കണ്ടൂടെ? അവന്റെ തുടയിൽ 22 മുറിവായിരുന്നു ഉണ്ടായിരുന്നത്. ഉള്ളങ്കാൽ കണ്ടാൽ അപ്പോഴേ ആരായാലും ബോധം കെട്ടു വീഴും. അപ്പോഴാണ് കോടതി പറയുന്നത് അവർ കുറ്റക്കാരല്ലെന്ന്. ഹൃദയമുണ്ടെങ്കിൽ കോടതി ഈ വാക്ക് പറയില്ലായിരുന്നു. ഇത്രയും ചെയ്തിട്ടും അവർ കുറ്റക്കാരല്ലെന്ന് പറയുന്നതിൽ കള്ളക്കളി തന്നെയാണ് നടന്നിരിക്കുന്നത്. ഒരമ്മയുടെ ഹൃദയം നുറങ്ങുന്ന വാക്കുകളാണിത്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവർ ഈ വാക്കുകൾ ഉതിർത്തിവിടുന്നത് കേരള സമൂഹത്തിലേക്കാണ്. മുൻകാലങ്ങളിലുള്ള ഉരുട്ടിക്കൊലപാതകവും കസ്റ്റഡി മരണവും ഒക്കെ ചരിത്രം തന്നെ അതിൻ്റെ ഏറെ പറയാനുണ്ട്. പക്ഷെ അതിനൊന്നും തുമ്പും വാലുമില്ല എന്നുള്ളതാണ് ആശ്ചര്യം. നീണ്ട വർഷങ്ങൾ സഹോദരനു വേണ്ടി നീതി തേടി ശ്രീജിത്ത് എന്ന ചെറുപ്പക്കാരൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കിടക്കുന്നതും പിടിവിട്ടുപോയ നിയമത്തിൻ്റെയും അധികാര ദുർവിനിയോഗത്തിൻ്റെയൊക്കെ ഒരു ഉദാഹരണം തന്നെയല്ലേ. അങ്ങനെ മകനെ നഷ്ടപ്പെട്ടവർ, സഹോദരങ്ങളെ നഷ്ടപ്പെട്ടവർ, കേരള ചരിത്രം എടുത്തു നോക്കിയാൽ അങ്ങനെ എത്രയോ കഥകളുണ്ട്, ഇനിയും ഉണ്ടാവും. കാരണം കൊന്നവരെ രക്ഷിക്കുന്ന നിയമപാലകരാണ് ചുറ്റുമുള്ളത്. ഉരുട്ടിക്കൊലക്കേസിൽ പോലീസുകാരായ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ട് ഹൈക്കോടതി ഉത്തരവ് കേട്ട് പൊട്ടിക്കരഞ്ഞ ആ അമ്മയുടെ വാക്കുകളാണ് ഞാൻ മേൽ പറഞ്ഞത്. അതേ, കൊല്ലപ്പെട്ട അതേ ഉദയകുമാറിന്റെ അമ്മ പ്രഭാവതി അമ്മ. കോടതിക്ക് ഹൃദയമില്ലെന്നും പ്രതികൾ പുറത്തിറങ്ങാനായി അതിനുവേണ്ടി ആരൊക്കെയോ അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ടെന്നും പ്രഭാവതി അമ്മ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. കോടതിക്ക് കണ്ണു കണ്ടൂടെ? അവന്റെ തുടയിൽ 22 മുറിവുണ്ടായിരുന്നു. ഉള്ളങ്കാൽ കണ്ടാൽ അപ്പോഴേ ആരായാലും ബോധം കെട്ടു വീഴും. അപ്പോഴാണ് കോടതി പറയുന്നത് അവർ കുറ്റക്കാരല്ലെന്ന്. അത് ശരി, അപ്പോൾ ആർക്കും എന്തും ചെയ്യാം അല്ലേ? ആണിനും പെണ്ണിനും ഒരു ഹൃദയമേ ഉള്ളൂ. ഹൃദയമില്ലാത്ത എത്രയോ പേർ ലോകത്തുണ്ട്. അപ്പോൾ ആർക്കും ഹൃദയമില്ലെന്നാണ് തോന്നുന്നത്. ഹൈക്കോടതിക്കും ഹൃദയമില്ല, ഒരു കോടതിക്കും ഹൃദയമില്ല, ഒരേ ഒരു ഹൃദയമേ ഉള്ളൂ. ഇപ്പോൾ കോടതിക്ക് ഹൃദയമില്ല. ഹൃദയമുണ്ടായിരുന്നെങ്കിൽ എന്നോട് ഇത് കാണിക്കില്ലായിരുന്നു. ഹൃദയമുണ്ടെങ്കിൽ കോടതി ഈ വാക്ക് പറയില്ലായിരുന്നു. ഇത്രയും ചെയ്തിട്ടും അവർ കുറ്റക്കാരല്ലെന്ന് പറയുന്നതിൽ കള്ളക്കളി തന്നെയാണ്. കള്ളക്കളിയുമായി ഇതിനു പിന്നിൽ ആരോ ഉണ്ട്. ആരെയാണ് സംശയമെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ആരോ ഉണ്ട്. അതാണ് പ്രതികൾ പുറത്തിറങ്ങാൻ കാരണം. വീണ്ടും ആ അമ്മ പറയുന്നു, പ്രതികൾക്ക് ശിക്ഷ കിട്ടണം, പുറത്തിറങ്ങിയവരെ അകത്താക്കുക തന്നെ ചെയ്യണം. ആ അമ്മ ആവർത്തിച്ചു പറയുമ്പോൾ മിച്ചമുള്ള നിയമത്തിന്റെ ഒരു വിശ്വാസ്യതയാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ കുപ്രസിദ്ധമായ ഉരുട്ടിക്കൊലക്കേസിലെ പ്രതികളായ മുഴുവൻ പോലീസുകാരെ ഹൈക്കോടതി വെറുതെ വിട്ടിരിക്കുന്നു എന്നൊരു വാർത്തയാണ് ഇന്ന് നമുക്ക് കേൾക്കാൻ സാധിച്ചത്. കേസിന്റെ അന്വേഷണത്തെ CBIക്ക് വീഴ്ച പറ്റി എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ജസ്റ്റിസുമാരായ രാജ വിജയരാഘവനും KV വിജയകുമാറും ഇവരുടെ ബെഞ്ച് പ്രതികളെ വെറുതെ വിട്ടത്. കേസിൽ 1-ാം പ്രതിക്ക് വിധിച്ചിരുന്ന വധശിക്ഷയും കോടതി റദ്ദാക്കിയിരിക്കുന്നു. ഇതിന് പിന്നാലെയാണ് അമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ പ്രതികരിച്ചത്. നഗരത്തിലെ ശ്രീകണ്ഠേശ്വരം പാർക്കിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത കിള്ളിപ്പാലം കീഴാറന്നൂർ കുന്നുംപുറം വീട്ടിൽ ഉദയകുമാർ അന്ന് 28 വയസ്സായിരുന്നു. തുടയിലെ രക്തധമനികൾ പൊട്ടി 2005 സെപ്റ്റംബർ 27 രാത്രി 10:30 മരിച്ചത്. ഇതായിരുന്നു അന്നത്തെ കേസ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസം മോഷണ കുറ്റം ആരോപിച്ചാണ് ഉദയകുമാറിനെ പോലീസ് പിടികൂടിയത്. ക്രൂരമായ ലോക്കപ്പ് മർദ്ദനത്തിന് ഇരയാക്കി കൊന്നുവെന്നാണ് CBIയുടെ കണ്ടെത്തൽ.
ഇരുമ്പ് പൈപ്പ് കൊണ്ട് അടിച്ചും ഉരുട്ടിയുമാണ് കൊലപ്പെടുത്തിയതെന്നാണ് കുറ്റപത്രത്തിലുമുള്ളത്. കേസ് പോലും ചാർജ് ചെയ്യാതെയാണ് ഉദയകുമാറിനെ അന്ന് കസ്റ്റഡിയിലെടുത്ത് കൊലപ്പെടുത്തിയത്. അതും ഈ കുറ്റപത്രത്തിലുണ്ടായിരുന്നു. പിന്നീട് എവിടെയാണ് വീഴ്ച വന്നത്? ആദ്യം ലോക്കൽ പോലീസിനും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസ് അട്ടിമറിക്കാൻ പോലീസ് ശ്രമിക്കുന്നുവെന്ന പരാതിയുമായി ഉദയകുമാറിന്റെ അമ്മ പ്രഭാവതി അമ്മ ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് 2008 ഓഗസ്റ്റിൽ അന്വേഷണം CBI ഏറ്റെടുത്തത്. ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരായിരുന്ന K. ജിതകുമാർ, SV ശ്രീകുമാർ, പിന്നീട് DYSP ആയ അജിത് കുമാർ, മുൻ SP മാരായ EK സാബു, TK ഹരിദാസ് എന്നിവരായിരുന്നു ആ കേസിലെ പ്രതികൾ. ഇതിൽ ഒന്നാം പ്രതി ജിതകുമാറും രണ്ടാം പ്രതി ശ്രീകുമാറിനും തിരുവനന്തപുരം പ്രത്യേക CBI കോടതിയിൽ 2018 വധശിക്ഷ വിധിച്ചിരുന്നു. ഇതിൽ ശ്രീകുമാർ 2020 എന്നാൽ മരണമടയുകയാണ് ചെയ്തത്. 5 മുതൽ 7 വരെ പ്രതികളായ അജിത് കുമാർ, EK സാബു, TK ഹരിദാസ് എന്നിവർക്കെതിരെ ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ, കൃത്രിമ രേഖ ചമയ്ക്കൽ എന്നീ കുറ്റങ്ങൾ തെളിഞ്ഞിരുന്നു. 3 വർഷം തടവായിരുന്നു ഇവർക്ക് ശിക്ഷ. കൊല നടക്കുമ്പോൾ അജിത് കുമാർ ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ SIയും സാബു CAയുമായിരുന്നു. ഹരിദാസ് അസിസ്റ്റന്റ് കമ്മീഷണറും. 3-ാം പ്രതി ASI KB സോമനെയും അന്ന് കുറ്റക്കാരനായിട്ടാണ് കണ്ടെത്തിയതെങ്കിലും വിചാരണ വേളയിൽ മരിച്ചതിനാൽ കേസിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു. 4-ാം പ്രതി VP മോഹനെ വിചാരണ കോടതി നേരത്തെ കുറ്റവിമുക്തനാക്കിയിരുന്നു. ആദ്യം 3 പ്രതികളായിരുന്നു കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളികളായത്. ഉദയകുമാറിന്റെ അമ്മ പ്രഭാവതി അമ്മയുടെ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ 13 വർഷത്തിനു ശേഷം 2018 പോലീസുകാരെ ശിക്ഷിച്ചുകൊണ്ടുള്ള വിധി വന്നിരിക്കുന്നത്. എന്നാൽ മുഴുവൻ പോലീസുകാരെയും കുറ്റവിമുക്തരാക്കിക്കൊണ്ടുള്ള വിധിയാണ് മരണത്തിന് 20 വർഷത്തിനു ശേഷം ഇപ്പോൾ പുറത്തു വന്നത്. എന്തു തന്നെയാലും ആ അമ്മയ്ക്ക് നീതി നിഷേധിച്ചോ എന്നൊരു ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ആ അമ്മയുടെ കണ്ണുനീരിന് ഒരു ശമനം ഉണ്ടാകുമോ? ഇനി എന്തെന്നുള്ളത് അറിയില്ല. എങ്ങനെയാണ് ഇത്തരത്തിലൊരു വിധി വന്നതെന്നും അറിയില്ല. ഹൈക്കോടതി പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. കൊടുത്ത തെളിവുകളിലെ അപാകതകളാണോ? ഏതായാലും ഇത്തരത്തിലുള്ള വിധി ഒരു പക്ഷേ നീതി വിദൂരമാണ് എന്നുള്ള ഒരു ചൂണ്ടലാണ് കാണിക്കുന്നത്.